അലേർട്ട്. ഏകദേശം 11 അലേർട്ട് ഇപ്പോൾ ഇസ്രായേലിന് ചുറ്റും നടക്കുകയാണ്. അപ്പർ ഗലീലോ ഭാഗം മാത്രമല്ല, 11 സ്ഥലങ്ങളിൽ റെഡ് അലേർട്ട് ഇസ്രായേൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഹിസ്ബുള്ള ആക്രമിക്കുമോ അതോ ഇറാൻ ആക്രമിക്കുമോ, ഇതെല്ലാം ഒരു ഭാഗത്ത് മാറ്റിവെച്ച് നോക്കിയാൽ ഇസ്രായേലിനെതിരെയുള്ള വിമർശനങ്ങൾ വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു സ്കൂളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. 100-ൽ കൂടുതൽ മനുഷ്യർ അവിടെ മരിക്കുന്നു. അവർ പാലസ്തീനർ എന്ന് പറയുന്നതിലും ഭേദം മനുഷ്യർ, പാവപ്പെട്ട ജനങ്ങൾ അവിടെ മരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇനി ആ സ്കൂൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചതെന്ന് നോക്കിയാൽ ഗാസയെ ഒരു വാസയോഗ്യമല്ലാത്ത ഭൂമിയാക്കി മാറ്റി. ആ സ്കൂളിൽ പോയി താമസിക്കുക, അതിനെ ഒരു സേഫ് സോണ ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ തന്നെ അറിയിച്ച ഒരു സ്കൂളാണ് അത്. അൽ തബീൻ എന്ന ആ സ്കൂളിന് നേരെയായിരുന്നു ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തുകയും തകർത്ത് തരിപ്പണമാക്കുകയും അവിടെയുള്ള കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ എല്ലാവരും മരിച്ചു. അവിടെയുള്ള ഇമേജസ് എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ദയവ് ചെയ്ത് ആരും കാണരുത്. ഇതുപോലുള്ള ഒരുപാട് അപ്ഡേറ്റ്സ്, റഷ്യ ഉക്രൈൻ യുദ്ധമായാലും അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തുള്ള ഇസ്രായേൽ ഇറാൻ പ്രശ്നങ്ങൾ, ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ആദ്യമായി കാണാൻ പോകുന്നത് ഏകദേശം 80 വർഷങ്ങൾക്ക് ശേഷം ജർമ്മനിയുടെ ലെപ്പേർഡ് പീരങ്കി കേഴ്സ് ഭാഗത്തെ നോക്കി പോകുന്നു എന്നുള്ളതാണ്. 1943-44 കാലഘട്ടത്തിൽ നടന്ന ബാറ്റിൽ ഓഫ് കേഴ്സിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു. ലാർജസ്റ്റ് ടാങ്ക് ബാറ്റിൽ നടന്നത് ഈ ബാറ്റിൽ ഓഫ് കേഴ്സിലായിരുന്നു. ഈ കേഴ്സ്ക് എന്ന ഭാഗത്തെ സോവിയറ്റ് യൂണിയൻ റഷ്യ അവരുടേതാക്കി മാറ്റുമ്പോൾ ഈ സോവിയറ്റ് യൂണിയൻ റഷ്യയെ തകർക്കാനേ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ജർമ്മനി പിന്തിരിഞ്ഞോടുന്നു. ജർമ്മനി പോയതിനു ശേഷം സോവിയറ്റ് യൂണിയൻ റഷ്യ വലിയൊരു ശക്തിയായി രൂപമെടുത്തു. സെക്കൻഡ് വേൾഡ് വാർ മുഴുവനും അവസാനിച്ച ആ ഒരു സ്ഥലത്ത് 3-ാം ലോക മഹായുദ്ധത്തിനായിട്ടുള്ള അടുത്തടുത്ത കരുക്കൾ നീക്കി തുടങ്ങിയിരുന്നു. ഇന്നലെ റഷ്യ ഒരു കാര്യം പറഞ്ഞു. അമേരിക്ക, നാറ്റോ, നിങ്ങൾ വീണ്ടും വീണ്ടും ഉക്രൈൻ ഇത്രയും വലിയ പവർ കൊടുത്ത് പല മില്യൺ അമേരിക്കൻ ഡോളർ ഞങ്ങൾ ഉക്രൈന് നൽകുമെന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ഉക്രൈൻ ആവശ്യമായ നൽകുമെന്ന് പെന്റഗണും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോ ഇത്രയും നിങ്ങൾ ചെയ്യുന്നതെല്ലാം നാറ്റോയെ ഞങ്ങളുടെ നാടിനെതിരെ ഒരു പോരാട്ടത്തിന് നിങ്ങൾ അനുവദിക്കുകയാണ്. ഉക്രൈനെ തിരികൊളുത്തി വിടുകയും ഞങ്ങളുടെ നാടിനുള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ നിങ്ങൾ വഴികൾ ഒരുക്കി കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ ബാധിക്കപ്പെടാൻ പോകുന്നത് ഉക്രൈൻ ജനങ്ങളാണ്, ഉക്രൈൻ സൈനികരാണ്. നിങ്ങൾക്കതിൽ യാതൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായും 3-ാം ലോക മഹായുദ്ധത്തെ ആരെക്കൊണ്ടും ഒഴിവാക്കാനാകില്ല എന്ന് റഷ്യ പറഞ്ഞു. ഒരു പക്ഷേ ഇതൊരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? റഷ്യയുടെ കേഴ്സ്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ഉക്രൈൻ ഒരു ബോംബ് വീശുകയാണ്. അവരെ നശിപ്പിക്കാനുള്ള ഒരു അണു ആയുധം റഷ്യ ഇവിടെ നിന്നും അയക്കുന്നു. ആ സമയം നീയാണ് ഇവിടെ ആദ്യം ആക്രമിച്ചത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗെയിം തന്നെ മാറും. എന്നാൽ അത്രത്തോളം റഷ്യ റിസ്ക് എടുക്കുമോ എന്നും അറിയില്ല. എന്നാൽ മറ്റൊരു ഭാഗത്ത് റഷ്യ മുഴുവനായും തളർന്നു, അവർ വീണു എന്നാണ് പാശ്ചാത്യ നാടുകൾ പറയുന്നത്. കിട്ടുന്ന വിവരങ്ങളും ഇൻഫോർമേഷനും മാപ്പും എല്ലാം എടുത്ത് നോക്കിയാൽ സത്യവും അത് തന്നെയാണ്. പെട്ടെന്ന് 300 ചതുരശ്ര കിലോമീറ്റർ ഉക്രൈൻ സൈന്യം മുന്നേറുന്നു. 510 ചതുരശ്ര കിലോമീറ്ററിൽ ഉക്രൈന്റെ സൈന്യം മുന്നേറി പോവുകയാണ്. ഇന്നലെ ബെലറസ് ബോർഡറിനെ ചുറ്റി അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം എല്ലാം കൊണ്ടുവന്ന് നിർത്തി. കൂടുതൽ അവിടെ വരുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കിയാൽ ഒന്നിനു പുറകിൽ ഒന്നായി ഓരോ വാർത്തയായി നമ്മൾ അറിയുമ്പോൾ എല്ലാം കണക്റ്റഡ് ടു വേൾഡ് വാർ 3. ഒരു പക്ഷേ ഇതൊരു റീജിയണൽ വാറായി മിഡിൽ ഈസ്റ്റിൽ നടന്നാൽ, അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധം എന്നത് ഒരു നാറ്റോ റഷ്യ യുദ്ധമായി മാറിയാൽ എന്ത് സംഭവിക്കുമെന്നത് നമുക്ക് ചിന്തിക്കാനേ സാധിക്കുന്നില്ല. ഇന്നലെ ഒരു സ്കൂളിൽ 100 മനുഷ്യർ മരിച്ചുവെന്നുള്ള ആ ഒരു വാർത്ത ദിവസവും പറയേണ്ടി വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ലോകം ഭിന്നമായി മാറും. എന്നാൽ യുദ്ധമില്ലാത്ത ഒരു ഭൂമി വരണമെന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ ഇവിടെ നടക്കുന്നത് ഇത് മാത്രമല്ല. ഇന്നലെ ഉക്രൈൻ വീണ്ടും റഷ്യക്കെതിരെ റഷ്യയുടെ ഖട്ടർ KA-701 ട്യൂണ എന്ന കപ്പലിനെ ഡിസ്ട്രാക്ട് ചെയ്യാനായി ഉക്രൈൻ അവരുടെ വാട്ടർ ഡ്രോൺ ഉപയോഗിച്ചു. വാട്ടർ ഡ്രോൺ ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് ഡ്രോൺ സേനയെ റഷ്യക്കെതിരെ ഉക്രൈൻ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഒരുപാട് വാർത്ത. കൂടാതെ റഷ്യയുടെ എയർബേസിനെ മുഴുവനായും ഉക്രൈൻ നശിപ്പിച്ചു. ഇതിനുശേഷം റഷ്യ പറഞ്ഞത് ഇല്ല, ആ ഡ്രോൺസിനെ എല്ലാം ഞങ്ങൾ ഡിഫൻഡ് ചെയ്തു, അവയെല്ലാം ഞങ്ങൾ നശിപ്പിച്ചുവെന്ന്. പക്ഷെ ഉക്രൈൻ പറഞ്ഞത്, റഷ്യ പറയുന്നത് കള്ളമാണ്, അതിനെ മുഴുവനും ഞങ്ങൾ നശിപ്പിച്ചുവെന്ന്. സാറ്റലൈറ്റ് ഇമേജസും അത് തന്നെയാണ് പറയുന്നത്. അപ്പോ റഷ്യയുടെ എയർബേസ് നശിപ്പിക്കപ്പെട്ടു. കേഴ്സ്ക് എന്ന ഭാഗത്തിനുള്ളിൽ റഷ്യയെയും മറികടന്ന് ഉക്രൈൻ സൈനികർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഇന്നലെ ഒരു അറിയിപ്പ് കൊടുത്തു, ഞങ്ങൾ 2 നാടുകളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന്. ഒന്ന് ചൈന, മറ്റൊന്ന് റഷ്യ. ഈ 2 നാടുകളെയും ഞങ്ങളുടെ സുഹൃത്തുക്കളായി ഞങ്ങൾ കാണുകയാണ്. അവരുടെ സൈന്യത്തിനും ഞങ്ങൾ എല്ലാ രീതിയിലുള്ള സഹായം ചെയ്യാനും തയ്യാറാണെന്ന് ഇറാൻ പറഞ്ഞു. പല വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു, റഷ്യയ്ക്ക് ഒരുപാട് ആയുധ സഹായങ്ങൾ നൽകാൻ ഇറാൻ തയ്യാറാണെന്ന്. പകരം ഇറാന് ലോങ് റേഞ്ച് വെപ്പൺസ് നൽകാൻ ഇതേ റഷ്യയും തയ്യാറാണ്.
അതെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായി വാർത്തകൾ പുറത്തുവരുന്നു. ശരി, അപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധം എന്നതിൽ റഷ്യക്ക് സപ്പോർട്ടായി ഏതൊക്കെ ഗ്രൂപ്പുകളാണ് വരാൻ പോകുന്നത്? അദ്മുക് സേന വരുമോ, വാഗ്നർ ഗ്രൂപ്പ് വരുമോ എന്നൊക്കെ നോക്കിയാൽ വാഗ്നർ ഗ്രൂപ്പ് ഇന്നലെ തന്നെ ഡെപ്ലോയ് ചെയ്തിട്ടുണ്ട്. വീണ്ടും വാഗ്നർ ഗ്രൂപ്പിന്റെ വലിയൊരു സേനയെ കേഴ്സ്ക് എന്ന റീജിയനിലേക്ക് അയച്ചു. വാഗ്നർ സേന എന്ന് പറയുമ്പോൾ ആ ഒരു സേന ഇപ്പോഴും ഉണ്ടോ എന്നൊരു ചോദ്യം ഒരുപാട് പേർക്ക് വരാം. വാഗ്നർ സേന ഇപ്പോ യുദ്ധത്തിൽ ഉപയോഗിക്കാറില്ലല്ലോ. പ്രിഗോസിൻ പോയതിനു ശേഷം വാഗ്നർ സേനയുടെ അധികാരമെല്ലാം നഷ്ടമായി എന്നൊക്കെ നമുക്കറിയാം. എന്നാൽ അതൊക്കെ മറികടന്ന് വാഗ്നർ ഗ്രൂപ്പിനെ ഇപ്പോൾ റീഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അവരാണ് കേഴ്സ്ക് ഭാഗത്തേക്ക് പതിയെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ട്രാഫിക് സിഗ്നലിലെ ക്യാമറാസ് എല്ലാം ഹാക്ക് ചെയ്ത് ഉക്രൈൻ അവരുടെ ആവശ്യത്തിനായി ഉപയോഗിച്ചു. എന്നാൽ വീണ്ടും റഷ്യ അതിനെ അവരുടെ നിയന്ത്രണത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ബെലറസ്, ഉക്രൈൻ, റഷ്യ ഇങ്ങനെ ഇവിടങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് പോളണ്ട് അവർ ചെയ്തത് അവരുടെ സൈനിക റിക്രൂട്ട്മെന്റ് കൂട്ടാൻ തുടങ്ങി. 10,000 ഒന്നുമല്ല, 30,000-40,000 സൈനികർ ഉടൻ തന്നെ ആവശ്യമാണെന്ന് പറഞ്ഞ് 700-ൽ കൂടുതൽ സൈനികരെ അപ്പൊ തന്നെ റിക്രൂട്ട് ചെയ്തു പോളണ്ട്. പോളണ്ടിൽ എന്താണ് ഇത്ര വലിയ പ്രശ്നം വരാൻ പോകുന്നത്? എന്തിനാണ് ഇത്ര സൈനികരെ റിക്രൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉക്രൈനിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അടുത്തതായി ബാധിക്കാൻ പോകുന്നത് പോളണ്ടിനെ തന്നെയാണ്. നന്നായി തന്നെ അറിയാം. അതുകൊണ്ടാണ് പോളണ്ട് അതിന് മുൻപേ ഒരു മുൻകരുതൽ എന്ന വേണം അവരുടെ റിക്രൂട്ട്മെന്റ് കൂട്ടുന്നു, സൈനിക റിക്രൂട്ട്മെന്റ് കൂട്ടുന്നു, അവരുടെ ബോർഡറിലെ സെക്യൂരിറ്റി കൂട്ടുന്നുവെന്നും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ പോളണ്ടിനെ സഹായിക്കാൻ പാശ്ചാത്യ നാറ്റോയിലെ നാടുകൾ തയ്യാറായിരിക്കണമെന്നും ഒരു ആവശ്യം ഉന്നയിച്ചു. ശരി, ഇത്രയും ദൂരം ഉക്രൈൻ റഷ്യക്കുള്ളിലേക്ക് ഇൻവൈറ്റ് ചെയ്തു പോയി. റഷ്യ ഒരു വലിയ ഭൂമിയാണ്, ഇന്ത്യയെക്കാളും വലിയൊരു ഭൂപ്രദേശമാണ്. അങ്ങനെ ഒരു ഭൂപ്രദേശത്തിലേക്ക് മുന്നേറി പോവുക എന്നുള്ളത് ഒരു ആത്മഹത്യക്ക് തുല്യമല്ലേ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ അങ്ങനെ ഒരു തീരുമാനം സെലൻസ്കി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സെലൻസ്കിയുടെ സൈന്യം എടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? റഷ്യക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറി. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായി റഷ്യക്കുള്ളിൽ നുഴഞ്ഞു കയറിയത് ഇതേ ഉക്രൈനാണ്. അപ്പോ ഉക്രൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ ഒരു നാശത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് അറിഞ്ഞിട്ടും കൂടെ ഉക്രൈൻ ഇത് ചെയ്തതിനുള്ള കാരണം എന്താണ്? ഇതാണ് പലരും ചിന്തിക്കുന്നത്. ഒരുപക്ഷെ റഷ്യ പറയുന്നത് പോലെ നാറ്റോയാണോ പിന്നിലിരുന്ന് ഇതിനുള്ള കരുക്കൾ നീക്കുന്നത് എന്ന് നോക്കിയാലും അതൊരു പക്ഷെ സത്യമായിരിക്കാം. പക്ഷെ അതുവഴി നാറ്റോയ്ക്ക് എന്താണ് നന്മ കിട്ടാൻ പോകുന്നത്? ഇനി ഉക്രൈന് ഇതുവഴി എന്ത് ലാഭമുണ്ടാകും? ഒരുപക്ഷെ റഷ്യയെ ഭയപ്പെടുത്താനാണെങ്കിലും ഇങ്ങനെ റഷ്യയുടെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗമായി മാറിയിരിക്കുന്ന ഈ ഒരു നുഴഞ്ഞുകയറ്റൽ തീർച്ചയായും റഷ്യക്ക് വലിയൊരു ദേഷ്യം ഉണ്ടാക്കും. അതിനുള്ള സാധ്യതകളും ഏറെയാണ്. കേഴ്സ്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ പെട്ടെന്നൊരു തീവിപത്തുണ്ടാകുന്നു. അതിന് കാരണം അവിടെ വന്നവരാണ്, ഉക്രൈൻ സൈനികരാണ്. ഉക്രൈൻ സൈനികർ ഞങ്ങൾക്ക് നേരെ ബോംബ് വീശിയെന്ന് പറഞ്ഞ് ഒരു ഇന്റർനാഷണൽ മീഡിയയ്ക്ക് ഒരു പ്രസ് മീറ്റ് നൽകുകയും ഞങ്ങളുടെ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടി, ഞങ്ങളുടെ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, ഞങ്ങളെ നശിപ്പിക്കാൻ വന്ന ശക്തിക്കെതിരെ ഞങ്ങൾ അണുവായുധം ഉപയോഗിക്കാൻ പോകുന്നു. ഈ അണുവായുധം ഞങ്ങൾ ഉപയോഗിച്ചതല്ല. ഞങ്ങളെ നശിപ്പിക്കാൻ, ഞങ്ങളുടെ നാടിനെ നശിപ്പിക്കാൻ, ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ നശിപ്പിക്കാൻ ഉക്രൈൻ ശ്രമിച്ചു. അതിനെ തടയാൻ ഞങ്ങൾ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുന്നുവെന്ന് റഷ്യ ഒരു അറിയിപ്പ് കൊടുത്താൽ അവസ്ഥ എന്തായി മാറും? ഇതാണ് ഒരുപക്ഷെ നടക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇത്രയും സമയം ഇറാൻ കാത്തിരിക്കുന്നതിനുള്ള കാരണം അവരും ഒരു അണുവായുധ നാടെന്ന് പറഞ്ഞു കാണിക്കാൻ വേണ്ടിയാണോ? ഈ അൽതബീൻ എന്ന സ്കൂളിനെ ഇസ്രായേൽ വെറും കല്ലും മണ്ണുമാക്കി മാറ്റിയതിനു ശേഷം പോലും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ ശാന്തരായിരുന്നു. അവരുടെ ഈ ശാന്തത എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? പല ചോദ്യങ്ങളുണ്ട്. എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പോലും അറിയാതെ പലരും മിഴിച്ചു നിൽക്കുകയാണ്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.